ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിലെ യൂണിറ്റ് 1 ഇവല്യൂഷൻ ആൻഡ് ഫണ്ടമെന്റൽസ് ഓഫ് ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ടും എക്സാം ഓറിയന്റഡ് ആയിട്ടും റിവൈസ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായി നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കാം. എക്കണോമിക് ആക്ടിവിറ്റി എന്നാൽ ഇൻകം അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയെയും നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. എക്കണോമിക് ആക്ടിവിറ്റിയെ 3 തരമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഫസ്റ്റ് നമുക്ക് ബിസിനസ് എന്നാൽ എന്തെന്ന് മനസ്സിലാക്കാം. ബിസിനസ് എന്നാൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് റിസ്ക് ഉണ്ടായിരിക്കും. ബിസിനസ്സിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് ആണ്. നെക്സ്റ്റ് പ്രൊഫഷൻ ചെയ്യാൻ ഒരാൾക്ക് ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും സ്കില്ലും ഉണ്ടായിരിക്കണം. അയാൾക്ക് ആ പ്രൊഫഷനിൽ നിന്നും കിട്ടുന്ന ഏൺ ചെയ്യുന്നതിനെ പ്രൊഫഷണൽ ഫീ എന്നും പറയും. അവിടെ സർവീസ് ആണ് മോട്ടീവ്. നെക്സ്റ്റ് ഇസ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളുടെ കീഴിൽ നമ്മൾ ജോലി ചെയ്യുക, വർക്ക് ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്, എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് ഒരു ഫിക്സഡ് സാലറി അല്ലെങ്കിൽ ഫിക്സഡ് വേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ ഒരു റിസ്ക്കും ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസ് ആയ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റിനെ നമുക്ക് എന്താണ് പല ബേസിസിലും കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്നും അതിൻ്റെ മെയിൻ മോട്ടീവ്, ബിസിനസ്സിൻ്റെ മെയിൻ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ആണ്. പ്രൊഫഷൻ്റെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ സർവീസ്, കൂടാതെ അവർക്ക് എന്താ ഒരു ഫീയും കൂടെ ലഭിക്കും. എംപ്ലോയ്മെൻറ്റിൻ്റെ മോട്ടീവ് എന്ന് വെച്ചാൽ സാലറിയാണ്. ബിസിനസ്സിൻ്റെ ക്വാളിഫിക്കേഷനും ഒരിക്കലും ആവശ്യമില്ല, നോട്ട് കമ്പൽസറി. പ്രൊഫഷണൽ എന്താണ്? അത് കമ്പൽസറി ആണ്. ഒരു സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ അവർ നേടിയിരിക്കണം. എംപ്ലോയ്മെൻറ്റിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ജോബാണ്. ജോബിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് മാത്രമാണ് ഒരു എംപ്ലോയ്മെൻറ്റ് ക്വാളിഫിക്കേഷൻ ആവശ്യം. ബിസിനസ്സിൽ റിസ്ക് എപ്പോഴും ഹൈ ആയിരിക്കും. പ്രൊഫഷനിൽ ലോ ആയിരിക്കും. എംപ്ലോയ്മെൻറ്റിൽ നില്ലായിരിക്കും. അവിടെ ഒരു റിസ്ക്കും ഉണ്ടാവില്ല എംപ്ലോയ്മെൻറ്റിൽ. ബിസിനസ്സിൽ ക്യാപിറ്റൽ റിക്വയർഡ് ആണ്. പ്രൊഫഷനിൽ ഒരു ലിമിറ്റഡ് ക്യാപിറ്റൽ മാത്രമേ ആവശ്യമുള്ളൂ. എംപ്ലോയ്മെൻറ്റിൽ ക്യാപിറ്റലിൻ്റെ ആവശ്യം ഇല്ല, നോട്ട് റിക്വയർഡ്. നെക്സ്റ്റ് ബിസിനസ്സിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റ്. അവിടെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റും പാലിക്കേണ്ട കാര്യം ബിസിനസ്സിലില്ല. പ്രൊഫഷനിൽ ഒരു കമ്പൽസറി ആയിട്ടൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് അവർ പാലിച്ചിരിക്കണം. എംപ്ലോയ്മെൻറ്റിൽ അവരുടെ സർവീസ് റൂൾ അനുസരിച്ച് എന്തെങ്കിലും കോഡ് ഓഫ് കണ്ടക്റ്റ് നിലനിൽക്കുകയാണെങ്കിൽ മാത്രം അവരത് ഫോളോ ചെയ്താൽ മതി. നമുക്ക് ബിസിനസ്സിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാം. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഒബ്ജക്റ്റീവ്സോടുകൂടി നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ സെയിൽ ചെയ്യുകയോ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ്. ബിസിനസ് ആകാൻ ഒരു 3 കണ്ടീഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്യണം: റെഗുലാരിറ്റി, എക്സ്ചേഞ്ച് ആൻഡ് പ്രോഫിറ്റ് മോട്ടീവ്. റെഗുലാരിറ്റി എന്ന് വെച്ചാൽ ആ ബിസിനസ് ഒരിക്കലും എന്താണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തേക്ക് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ആയിരിക്കില്ല. അത് റെഗുലറായിട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു റെഗുലർ ആക്ടിവിറ്റി ആയിരിക്കണം. എക്സ്ചേഞ്ച്, അവിടെ ഗുഡ്സോ സർവീസിൻ്റെയോ ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം ഒരു ബിസിനസ്സിൽ. പ്രോഫിറ്റ് മോട്ടീവ്, ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് അല്ലേ, ഡൺ ബൈ ഫോർ ഏർണിങ് എ പ്രോഫിറ്റ്, ഇൻകം. അതായത് അത് നമ്മൾ ആദ്യമേ പഠിച്ചു. എക്കണോമിക് ആക്ടിവിറ്റിയാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് ആയിട്ട് നമ്മുടെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്താ ബിസിനസ്. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ്, അവിടെ ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് ഓർ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും അത് വാങ്ങിക്കുകയോ പ്രൊക്വയർ ചെയ്യുകയോ ചെയ്യണം. സെയിൽ ഓർ എക്സ്ചേഞ്ച്, അവിടെ എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം അല്ലേ. നമ്മളൊരു ഗുഡ്സ് കൊടുത്ത് നമ്മൾ അതിന് പകരം എന്താണ് നമുക്ക് കിട്ടുന്നത്, മണി കിട്ടും അല്ലേ. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് എപ്പോഴും ഒരു ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. റെഗുലർ ഡീലിംഗ് അല്ലേ, റെഗുലാരിറ്റി നമ്മൾ പഠിച്ചു അല്ലേ. ആ അതായത് ഒരു എന്താണ് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ മാത്രമേ ബിസിനസ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് മോട്ടീവ് അല്ലേ, പ്രോഫിറ്റ് ആണ് ബിസിനസ്സിൻ്റെ ലക്ഷ്യം. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺസ്, അവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരിക്കലും നമുക്ക് എന്താണ് ഒരു ബിസിനസ്സിൽ എന്താണ് റിട്ടേൺ ഇത്ര നമുക്ക് സെയിൽ നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും എന്താണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നമുക്ക് റിട്ടേൺ അൺസർട്ടൺ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. റിസ്ക്, ഒരു ബിസിനസ്സിൽ എന്താണ് റിസ്ക് എപ്പോഴും ഉള്ളതാണ്. അത് നമുക്ക് എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് നമ്മൾക്ക് ഒരു ബിസിനസ്സിൽ നമുക്ക് ഇത്രേ സെയിൽ നടക്കും അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും എന്ന് നമുക്ക് ഒരിക്കലും എന്താണ് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ് ഒരു റിസ്ക് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ഒരു ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
നെക്സ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് അല്ലേ. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന എന്തിനാണ്, ഒരു ഹ്യൂമൻ്റെ എന്തെങ്കിലും നീഡ്സ് നമ്മൾ അവരുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. Objectives of business is classified into 4 categories, that is economic objectives, human objectives, social objectives and national objectives. The first one is economic objectives. It includes earning profit, creating customers and innovation. The second one is social objectives. It includes serving society, supply quality products, avoid unfair trade practices. The next objective is human objectives. It includes employees' welfare, training and job satisfaction, motivation. Next objective is national objectives. It includes employment generation, balanced regional development, self-reliance and economic growth. എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൽ ആദ്യത്തേത് എന്താണ്, ഏർണിംഗ് പ്രോഫിറ്റ് എന്നാണ്. അപ്പം ഒരു ബിസിനസ്സിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവർ എടുക്കുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർ എടുക്കുന്ന റിസ്കിന് അവർ കിട്ടുന്ന റിവാർഡിനെയാണ് എന്തോ പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയാൻ. ഒരു ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനും ഗ്രോത്തിനും പ്രോഫിറ്റ് ഒരു എസെൻഷ്യൽ എലമെൻ്റ് ആണ്. നെക്സ്റ്റ് ക്രിയേറ്റിംഗ് കസ്റ്റമർ അല്ലേ, നല്ലൊരു വാല്യുബിൾ നമുക്ക് ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും കസ്റ്റമർ സർവീസും നൽകിക്കൊണ്ട് എന്ത് ചെയ്യണം, നല്ലൊരു കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തെടുക്കണം. അല്ലെ ആ കസ്റ്റമേഴ്സിനെ നമ്മൾ നിലനിർത്താനും നമുക്ക് ശ്രമിക്കണം. നെക്സ്റ്റ് ഇന്നോവേഷൻ അല്ലേ, ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ എന്താണ് ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് എപ്പോഴും ഒരു ബിസിനസ്സിൽ ട്രൈ ചെയ്യേണ്ടത് അല്ലേ. പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഇന്നോവേറ്റ് ചെയ്യുക, കുറേ കുറേ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരിക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, നിറയെ പുതിയ പുതിയ ഒരു ഇൻവോൾവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് നമ്മൾ ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് കിട്ടത്തുള്ളൂ, ഒരു നല്ലൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് നമ്മുടെ ബിസിനസ്സിൽ ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം അവിടെ എന്താണുള്ളത്, ഒരു നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഫെയർ പ്രൈസിന് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് നൽകണം. അവോയ്ഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലെ, പൂഴ്ത്തി വയ്ക്കുക, അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം, ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും നമ്മൾ അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ് നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലും പങ്കാളികളായിരിക്കണം. നെക്സ്റ്റ് ഹ്യൂമൻ അല്ലെ, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവിടുത്തെ എംപ്ലോയീസിന് ഫെയർ വേജസ് ആൻഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ നമ്മൾ നൽകണം. എംപ്ലോയിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നൽകണം, അവർക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കണം, അവരുടെ വെൽഫെയറും നമ്മൾ ഒരു ബിസിനസ് എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നെക്സ്റ്റ് ഇസ് നാഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ, ടുവേർഡ്സ് നമ്മുടെ രാജ്യത്തിനോട് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ കടമ എന്നുള്ളത് ഇൻക്രീസ് നാഷണൽ ഇൻകം അല്ലേ, നാഷണൽ ഇൻകം കൂട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. സെൽഫ് റിലയൻസ് ആവാൻ നമ്മൾ അല്ലേ, സ്വയം പ്രാപ്തി ഉണ്ടാവാൻ നമ്മൾ സഹായിക്കണം. ബാലൻസ് റീജിയണൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. സപ്പോർട്ട് വീക്കർ സെക്ഷൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് പ്രൊമോഷൻ അല്ലെ, കൂടുതൽ എക്സ്പോർട്ട് നടത്താൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ബിസിനസ് നാഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസ് രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ ഇസ് കൊമേഴ്സ്. ഇൻഡസ്ട്രി എന്നാൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. ഇവിടെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു. ഇൻഡസ്ട്രി ഫോം യൂട്ടിലിറ്റി ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ഒരു പുതിയ ഷേപ്പിലേക്ക് നമ്മൾ എന്താണ് ഒരു പ്രോഡക്ട്സ് കൊണ്ടുവരികയാണ്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഗുഡ്സ് എന്താണ് പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് അവർ എത്തിക്കാൻ സഹായിക്കുന്ന ആക്ടിവിറ്റികളെയാണ് കൊമേഴ്സ് എന്ന് നമുക്ക് പറയുന്നത്. സോ ഇൻഡസ്ട്രി നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡ് വൺ ഇസ് സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് തേർഡ് വൺ ഇസ് ടെറിഷറി ഇൻഡസ്ട്രി. സോ ഫസ്റ്റ് നമുക്ക് പ്രൈമറി ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പ്രൈമറി ഇൻഡസ്ട്രി ഡയറക്റ്റായ നേച്ചറിൽ നിന്നും റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം പ്രൈമറി ഇൻഡസ്ട്രിയെ. ഫസ്റ്റ് വൺ ഇസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ ഇസ് ജനറ്റിക് ഇൻഡസ്ട്രി. അപ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നേച്ചറിൽ നിന്നും പ്രോഡക്ട്സ് അവർ ഡയറക്റ്റായി എടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മൈനിങ്, ഫിഷിംഗ്, ഫോറസ്ട്രി, ഓയിൽ എക്സ്ട്രാക്ഷൻ എക്സെട്ര. നെക്സ്റ്റ് ഇസ് ജനറ്റിക് ഇൻഡസ്ട്രി. ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ പ്ലാന്റ്സും അനിമൽസും ബ്രീഡ് ചെയ്ത് അവർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പോൾട്രി ഫാമിംഗ്, ഡയറി ഫാമിംഗ്, പ്ലാന്റ് നഴ്സറി, കാറ്റിൽ ബ്രീഡിംഗ് അങ്ങനത്തത്.
ഇപ്പൊ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം, എക്സ്ട്രാക്റ്റീവ് എന്ന് വെച്ചാൽ നേച്ചറിൽ നിന്നും അവർ എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ജനറ്റിക് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോ ചെയ്യുകയാണ് അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുകയാണ് ജനറ്റിക്കിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡറി ഇൻഡസ്ട്രി എന്താണെന്ന് നോക്കാം. സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവിടെ അവർ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് അവർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മാനുഫാക്ചറിങ് എന്നും കൺസ്ട്രക്ഷൻ എന്നും. മാനുഫാക്ചറിങ് എന്താണ് ചെയ്യുന്നത്? അവിടെ കൺവേർട്സ് റോ മെറ്റീരിയൽ ഇൻറ്റു അവർ ഫിനിഷ് ഗുഡ്സിലേക്ക് മാറ്റുകയാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഷുഗർ മില്ല്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എക്സെട്ര. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ എന്താണ്, അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാണ്, ഒരു ഇൻമൂവബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവർ ഇൻഫ്രാസ്ട്രക്ചർ അവർ ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ റോഡ്സ്, ബ്രിഡ്ജസ്, ഡാംസ് എക്സെട്ര. നെക്സ്റ്റ് ഇസ് ടെറിഷറി ഇൻഡസ്ട്രി. ഈ ടെറിഷറി ഇൻഡസ്ട്രി എന്താണ്? അവർ നമുക്ക് സപ്പോർട്ടിങ് സർവീസസ് ആണ്. അവർക്ക് ഒരു പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും വേണ്ട ഒരു സർവീസ് ആണ് അല്ലെങ്കിൽ സപ്പോർട്ടാണ് അവർ നൽകുന്നത്. അതിൽ എന്തൊക്കെ കാണും? നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനത്തെ ഒരു സർവീസുകളാണ് ടെറിഷറി ഇൻഡസ്ട്രി നമുക്ക് നൽകുന്നത്. നെക്സ്റ്റ് ഇസ് കൊമേഴ്സ് അല്ലേ. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഗുഡ്സ് റീച്ച് ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രേഡ് എന്നും എയ്ഡ്സ് ടു ട്രേഡും. ട്രേഡ് എന്നാൽ ഗുഡ്സും സർവീസും ബൈ ചെയ്യുക അല്ലെങ്കിൽ സെയിൽ ചെയ്യുക എന്നതാണ്. അടുത്തത് എയ്ഡ്സ് ടു ട്രേഡ്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ്സ് സ്മൂത്തായി നടക്കാൻ നമ്മളെ സഹായിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസുമാണ് എയ്ഡ്സ് ടു ട്രേഡ്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസ്മെന്റ് തുടങ്ങിയവ. കൊമേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ വെച്ചാൽ ഡിസ്റ്റൻസ് എന്ന ബാരിയേഴ്സ് അവർ ട്രാൻസ്പോർട്ടേഷനിലൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ടൈം എന്ന ബാരിയർ നമുക്ക് വെയർ ഹൗസിലൂടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതുകൂടെ അത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. റിസ്ക് എന്ന ബാരിയർ നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് വരെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫിനാൻസ് എന്ന ബാരിയർ നമുക്ക് ബാങ്കിങ് ഫെസിലിറ്റീസിലൂടെ നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റും അല്ലേ, ലോൺസ് ഒക്കെ കിട്ടും. ഇൻഫോർമേഷൻ എന്ന ഒരു ബാരിയർ നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെ നമുക്കത് കവർ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് ഇസ് ട്രേഡ്. ട്രേഡ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇന്റേണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ കൺട്രിക്ക് അകത്ത് നടത്തുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ് ആക്ടിവിറ്റീസിനാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ട്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ കൺട്രി വേറൊരു കൺട്രിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്നതിനാണ് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ട്രേഡിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധനങ്ങൾ വേറൊരു കൺട്രിയിലൂടെ നമ്മൾ സെല്ല് ചെയ്യുകയാണ്, അതാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് എന്ന് പറയുന്ന വേറൊരു കൺട്രീൻ്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണ്, പർച്ചേസ് ചെയ്യുകയാണ്, അതിനെയാണ് എന്ത് പറയുക, ഇമ്പോർട്ട് എന്ന് പറയുന്നത്. എൻട്രി പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കൺട്രിയുടെ സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് അത് റീ എക്സ്പോർട്ട് ചെയ്യുകയാണ്, അതിനെയാണ് എൻട്രി പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എയ്ഡ്സ് ടു ട്രേഡ് അല്ലേ. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് വെച്ചാൽ എല്ലാ ആക്ടിവിറ്റീസ് സപ്പോർട്ട് ചെയ്യും, ട്രേഡിന് സഹായിക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും എന്തെന്ന് പറയാം, നമുക്ക് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയാം അല്ലേ. ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് നമുക്ക് എന്തിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ബാരിയേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബാങ്കിങ് നമുക്ക് ഫിനാൻസ് എന്ന ഒരു ബാരിയർ നമുക്ക് കടക്കാൻ സാധിക്കും. ഇൻഷുറൻസ് നമുക്ക് റിസ്ക് ഒഴിവാക്കാൻ സഹായിക്കും. വെയർ ഹൗസിങ് നമ്മുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ സഹായിക്കും. ആൻഡ് അഡ്വർടൈസ്മെന്റ് വഴി നമുക്ക് ഇൻഫോർമേഷൻ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും നമ്മളെ സഹായിക്കും. നെക്സ്റ്റ് ഇസ് ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി ആണ്. അതായത് നമ്മൾ വിചാരിച്ച ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ലോസ് സംഭവിക്കുകയോ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ റിസ്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അത് റിസ്ക് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. നാച്ചുറൽ കോസസ് ഉണ്ട് അല്ലേ, ഫ്ലഡ്, എർത്ത് ക്വേക്ക്, അങ്ങനെ നമ്മുടെ കയ്യിലല്ല ഇതിൻ്റെ ഒരു കൺട്രോളും അല്ലേ. പിന്നെ ഹ്യൂമൻ കോസ് അല്ലേ, നമ്മളവിടെ നമ്മൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും സ്ട്രൈക്കിൽ പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിലെ സാധനങ്ങൾ മോഷണം പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ചതിക്കുകയോ ചെയ്താലും ഒക്കെ എന്താണ് അവിടെ ഒരു ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവും. ഇത് ഹ്യൂമൻ കോസസിൽ ഇൻക്ലൂഡ് ആണ്. നെക്സ്റ്റ് ഇസ് എക്കണോമിക് കോസ് അല്ലേ, പെട്ടെന്നൊരു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റിസഷൻ, ഇൻക്രീസ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഡിമാൻഡ്, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുക, ഇങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് എക്കണോമിക് കോസ് കൊണ്ട് ഒരു ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാവും. പിന്നെ അല്ലാതെ അതർ കോസസ് അല്ലേ, ഗവൺമെൻറ് പോളിസീസ് ചേഞ്ചസ്, ഗവൺമെൻറ് എന്തെങ്കിലും ടാക്സ് റേറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയോ കാരണം നമ്മുടെ
പ്രോഡക്റ്റിനെ അത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതും ഒരു കാരണമാണ് ബിസിനസ്സിന് റിസ്ക് ഉണ്ടാകും. പിന്നെ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് കാരണം നമ്മുടെ പ്രോഡക്റ്റ് ഡിമാൻഡ് കുറയാം, അതുകൊണ്ട് നമുക്ക് റിസ്ക് ഉണ്ടാവാം. പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കൊണ്ട് നമുക്ക് റിസ്ക് ഉണ്ടാവാം. പിന്നെ ചേഞ്ചസ് ഇൻ കസ്റ്റമർ പ്രിഫറൻസ് അല്ലേ, കൂടുതലും ഇത് നമ്മൾ എന്താണ് ഈ ക്ലോത്തിങ് ബ്രാൻഡ്സ് ഒക്കെയാണ് ഇത് കൂടുതൽ ഫേസ് ചെയ്യുന്നത് അല്ലേ. ചേഞ്ചിങ് ഇൻ കസ്റ്റമർ പ്രിഫറൻസ്, അവർക്ക് പുതിയ പുതിയ മോഡൽസ് വരുമ്പോൾ പഴയ എന്താണ് മോഡൽസ് അവർ അംഗീകരിക്കുന്നത്. അപ്പം എന്താണ് ബിസിനസ്സിൽ റിസ്ക് വരും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ഒരു ബിസിനസ്സിൽ എന്താവാം, റിസ്ക് ഉണ്ടാവാം. ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് അല്ലേ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മുമ്പ് നമ്മൾ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആദ്യം തന്നെ ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലേ, ഏത് ബിസിനസ്സാണ് തുടങ്ങുന്നതെന്ന് എന്ന് നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യണം. അതെങ്ങനെയാണ്, നമ്മൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ, ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് അത് വിറ്റ് പോവോ, ആൾക്കാർക്ക് ഇത് ആവശ്യമുള്ള സാധനമാണോ എന്നൊക്കെ. ഇത് എന്താണ്, ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിവുണ്ടോ, നമുക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, സൈസ് ഏതാണ്, സ്മോൾ സ്കെയിലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മീഡിയം സ്കെയിലാണോ അല്ല ലാർജ് സ്കെയിൽ ബിസിനസ് ആണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ അനലൈസ് ചെയ്ത് നമ്മളൊന്ന് ഒരു ഡിസിഷൻ എടുക്കണം. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം അല്ലേ. ലൊക്കേഷൻ എപ്പോഴും എന്തായിരിക്കണം, നിയർ ടു ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ഉള്ളതായിരിക്കണം, അവിടെ ലേബേഴ്സ് അവൈലബിൾ ആയിരിക്കണം, റോ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെ പല പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ലൊക്കേഷൻ എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻസ് വേണം അല്ലേ, നമ്മൾ അറേഞ്ച് ചെയ്യണം. നമുക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള സഫീഷ്യൻ്റ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്, അത് നമ്മൾ റേസ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ, ഫിസിക്കൽ ഫെസിലിറ്റി, അത് കഴിഞ്ഞാൽ ഫിനാൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കൽ മെഷീനറി വാങ്ങിച്ച് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിൽഡിംഗ് കെട്ടാം, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഫെസിലിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് കോമ്പീറ്റൻറ്റ് ഫോർ അല്ലേ, എല്ലാം റെഡിയായി, സ്ഥലം റെഡിയായി, മെഷീനറീസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, എല്ലാം റെഡിയായി, ഫിനാൻസ് റെഡിയായി, എല്ലാം ശരിയായി. അപ്പോൾ ഇനി എന്താണ് അടുത്തത്, ഇനി അവിടെ വർക്ക് ചെയ്യാൻ നമുക്ക് ആൾക്കാർ വേണം അല്ലേ, കോമ്പീറ്റൻ്റ് ആയിട്ടും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ടാക്സ് പ്ലാനിങ് ചെയ്യണം അല്ലേ. എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ടാക്സ് എപ്പോഴും എല്ലാ കഴിഞ്ഞ് ബിസിനസ് റൺ ചെയ്ത് അവസാനം ഇല്ല, നേരത്തെ നമ്മൾ ടാക്സ് പ്ലാൻ ചെയ്യണം. ഇത്രയും ഇത് വന്നാൽ നമ്മൾ ഇത്രയും പേ ചെയ്യണം, ഇത്രയും GST നമുക്കാവും, ഇൻകം ടാക്സ് ഇത്രയും ഇൻകം വന്നാൽ ഇത്ര, അതെല്ലാം പ്ലാൻ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ ഈ ടാക്സ് പ്ലാനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അതൊരു ലാസ്റ്റത്തെ ഫേസ് ആയി. അതായത് ഒറിജിനലി എന്താണ്, ലോഞ്ചിങ് ദ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇത്രയും നേരം പ്ലാൻ ചെയ്തതെല്ലാം കൂടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു എന്താണ് ലാസ്റ്റത്തെ സ്റ്റേജ് ആണ് ലോഞ്ചിങ് ദ ബിസിനസ്. അവിടെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ടു ദ മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1 ഇവല്യൂഷൻ ആൻഡ് ഫണ്ടമെന്റൽ ഓഫ് ബിസിനസിൻ്റെ ഒരു റിവിഷൻ ആണ് നമ്മൾ കവർ ചെയ്തത്. ഈ യൂണിറ്റിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ എല്ലാ കീ പോയിന്റ്സുകൾ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റും കൂടെ വായിച്ചാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് 10 മാർക്സ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. കൺസെപ്റ്റ്സ് മാത്രമാണ് ഞാൻ കവർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്, ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡീസ്. ഞാൻ ഈ യൂണിറ്റിൻ്റെ നോട്ട് താഴെ PDF ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളൊരു ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.